എന്താ പണക്കാരൻ്റെ കുട്ടിയെ നോക്കൽ പണിക്കാരത്തിയാണല്ലോ. പണക്കാരത്തി ഇവിടെ ഉണ്ടാവില്ലല്ലോ, അവൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആവും, ഓരോ പരിപാടിക്ക് പോയിട്ടുണ്ടാവുകയെ. ഇപ്പോൾ ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ അമ്മ പാവൻ രാവിലെ നേരത്തെ ഇതിനെ കുണിപ്പിച്ചു, കുളിപ്പിച്ചു, അപ്പം കൊടുത്തു, വട കൊടുത്തു, ഉടുപ്പിച്ചു, നടത്തിച്ചു, അങ്ങനെ രസിപ്പിച്ച്, അങ്ങനെ ഉറക്കിയും ഒക്കെ ആരാ നടത്തുന്നത്? ഈ പാവം ഈ സാധു സ്ത്രീ, പണിക്ക് വന്ന സ്ത്രീയാണേ. അപ്പോൾ ആ കുട്ടി നിലവിളിക്ക് ഇടയ്ക്ക് ചെറുതല്ലേ എന്നേ വാശിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അമ്മ എത്തി, അമ്മ എത്തി, അമ്മ എത്തി. ഏതായി അമ്മ? പെറ്റതള്ള എവിടെയോ പ്രസംഗിക്കുകയാണ് ഏതോ സമാജത്തിൽ. അതിനറിയില്ല, ഇങ്ങനെ പെറ്റതുണ്ടെന്ന് തന്നെ ഓർമ്മയില്ല. അപ്പം ബോധം പോയതാ ആർക്ക്? പക്ഷെ ഇതിനെ പരിപാലിക്കുന്നത് ആരാണ്? പെറ്റത് പണക്കാരത്തിയാണെങ്കിലും പരിപാലിക്കുന്നത് പണിക്കാരത്തിയാണെങ്കിലും വള്ളിയുടെ വ്യത്യാസമല്ലോ, ചില വലിയ വ്യത്യാസം. അത് ഏത് അല്ലേ? പണക്കാരത്തിയും പണിക്കാരത്തിയും കൂടി എത്ര വ്യത്യാസമുണ്ട്? ഒരു വള്ളിയുടെ വ്യത്യാസമല്ലോ. പക്ഷെ ആ വള്ളി വലിയ വള്ളിയാണ്, ശരിയല്ലേ? ഇത് എന്നുവെച്ചാൽ അർത്ഥം. അപ്പോൾ ഈ അമ്മ ഏതാ വരണു, ഉണ്ണിയെ അമ്മ ഏതാ വരണു, കരയേണ്ട ഇട്ടു, അതാ ഈ അമ്മ അവിടെ എത്തി, ഏതാ അമ്മ? പക്ഷേ ആ പണിക്കാരത്തി അങ്ങനെ പറയുമ്പോൾ ഇത് കരയിൽ നിർത്തുമ്പോഴേക്കും അപ്പോൾ അവിടെ എന്തെങ്കിലും കൊടുത്തു, അതിനെ പരിപാടി ശുശ്രൂഷിച്ചു, ശരിയല്ലേ? അപ്പോൾ ഈ അമ്മ അതാ വരണു, കുട്ടിയെ കരയണ്ട എന്ന് സ്വയം ഈ കുട്ടിയോട് ഈ പാവം ഈ സാധു പണിക്കാരത്തി സ്ത്രീ പറയുമ്പോഴും ആ സാധു സ്ത്രീ പുറത്തേക്ക് അങ്ങനെയൊക്കെ അമ്മയായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ബോധമുണ്ട്? ഈ കുട്ടിയുടെ അമ്മയൊന്നുമല്ല താൻ, അതിനെ പെറ്റ തള്ള വേറെ എവിടെയോ ഉണ്ട്. എന്നൊരു ആളായാൽ തള്ള അങ്ങോട്ട് വരും, എന്താ പ്രസംഗം മതിയാക്കിയിട്ട്. അതുവരെ നോക്കണ്ടു ആര്? ഇതൊരാളായി എൻ്റെ ആ ബാലാരിഷ്ടത കഴിഞ്ഞപ്പോൾ പെറ്റ തള്ളേനെ ഉണ്ടാവും നോക്കാനേ, ശരിയല്ലേ? അത് കഴിഞ്ഞാൽ തന്നെ കണ്ടാൽ ചിലപ്പോൾ അറിഞ്ഞു തന്നെ വരില്ല. പാവം താൻ ഇവിടെ ഈ വലിയ കഷ്ടത്തിലായിട്ട് പണിയെടുക്കേണ്ടതൊക്കെ തൻ്റെ 2 കുട്ടികൾ പാവം സ്കൂളിലേക്ക് പോകാൻ നിവൃത്തിയില്ലാണ്ട് ഉണ്ണാനും ഉടുക്കാനും തരയില്ലാണ്ട് അവർക്ക് നാഴി അരിയുടെ കഥ ഉണ്ടാവാനാണ് താൻ ഇവിടെ പണിയെടുക്കണമെന്ന് എപ്പോഴും ഇതിനെ ഉണ്ണിയെ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ഏത് ബോധം ഉണ്ടാവുന്നത്? തൻ്റെ കുട്ടികളുടെ ബോധമാണ് ആ പാവം സാധു സ്ത്രീയുടെ ഉള്ളിലുണ്ടാവുന്നത്. പുറത്തേക്ക് ആ സ്ത്രീ ഇങ്ങനെ പറയും, എൻ്റെ ഇത് രണ്ടാണ് അങ്ങനെ നടക്കുമ്പോൾ നീ എന്തിനാ കുട്ടിയെ നിലവിളിക്കണം? അതൊന്നും ആരോട് പറയില്ല, എന്നോട് പറയില്ല. ഇതുപോലെ ആവണം എന്നാ പറയും. പുറത്തേക്ക് ആസക്തനെ പോലെ പെരുമാറുമ്പോഴും അകത്ത് ഈ ഭാവം ഒരു ഈശ്വരീയമായ ഉറപ്പിലൊക്കെ ഈശ്വരൻ്റെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്, നാളെ ഉണ്ടാവുമോ നിശ്ചയില്ല എന്നൊരു ബോധത്തിലാണെങ്കിൽ ഒന്നിലും ഒരു വിഷമം തോന്നില്ല. അങ്ങനെയാണ് വേണ്ടത്. അകത്തേക്ക് ഈ വിരക്തിയും വേണം, പുറത്ത് ആസക്തി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെയല്ല. അങ്ങനെയത് പുറത്തേക്ക് ഒക്കെ എല്ലാവരും അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. അകത്താണെങ്കിലോ തീരണമില്ല വേവലാതി, എന്ത് ആർത്തി പിടിച്ച് നടക്കുക. ശരിയോ തെറ്റോ? അങ്ങനെ വ്യത്യാസം. ഇതാണ് നേരെ മാറിപ്പോയി. അകത്ത് വിരക്തിയും പുറത്തൊക്കെ നമ്മൾ ആസക്തിയോടെ പെരുമാറണം. അല്ലാതെ നമ്മൾ അകത്ത് ആസക്തിയുടെ കുടുംബത്തൊക്കെ വന്നിട്ട് ഭാര്യ ചായ വേണം, അഹം ബ്രഹ്മാസ്മി, ഇല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച് നിൽക്കുക. അപ്പോൾ അവിടെ ബ്രഹ്മാസ്മി വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെയുള്ള വെള്ളം കൂടി കിട്ടാണ്ട് അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ നന്നായിട്ടൊക്കെ പറയണം. കുടുംബത്തിൽ വന്ന് ഭാര്യയോട് പറയണം, നീ എൻ്റെ കരളാണ്, വൃക്കയാണ്, പിന്നെ എന്താ ആന്തരികാവയവങ്ങളുടെ പേരേ പറയൂ, പല്ലാണ് നഖാണെന്നൊന്നും പറയരുത്, പിന്നെ ബന്ധം വേറെയാവും. ആ ബന്ധം ഉണ്ടാവണ നല്ല അടുപ്പുള്ള വർത്തമാനങ്ങളൊക്കെ ഏത് അവയവം ഇല്ല, എൻ്റെ ആയാലാണോ നിന്ന് പോയാലാണോ നമ്മൾ നിന്ന് പോവുക, അതിൻ്റെ പേര് പറയണം. മകനെ കാണുമ്പോൾ പറയുന്നത് ഈ സ്വർണ്ണക്കട്ടയാണ് പറയുന്നത്. മകന് വലിയ ഇഷ്ടമാവും. ഇപ്പം എന്താ അവൻ്റെ വില? കരിക്കട്ടയേക്കാൾ കഷ്ടമാണ്. എന്നാലും അപ്പം അങ്ങനെയുള്ള ആസക്തിയുള്ള വർത്തമാനങ്ങൾ പറയണം. പുറത്തേക്ക് അകത്തെന്ത് കണക്കാക്കണം? ഭഗവാന്റെയാണ്, ഇന്നുണ്ട് നാളെ ഉണ്ടാവും, ഇഷ്ടമില്ല. ഈ ഒരു അങ്ങനെയാണ് വേണ്ടത്. അതവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ ലോകത്ത് വലിയ പാടാ ജീവിക്കാനേ. ആ ഒരു ഒട്ടലിങ്ങനെ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് വല്ലാത്ത വേദന. നല്ല ശക്തിയുള്ള പശ കൊണ്ട് ഒട്ടിച്ചാലേ പറിച്ചെടുക്കുമ്പം നമ്മളൊക്കെ മറ്റേതുകൊണ്ടാണ് ഒട്ടിക്കുക, ഏത് പിടിക്കുക. അത് ദേഹത്തുനിന്ന് പറിക്കുമ്പോൾ തൊലി തന്നെ അങ്ങോട്ട് പോകും. മറ്റേ ജാതി പശയുണ്ടല്ലോ, നല്ല കട്ടിയുള്ള പശയുണ്ടേ, അതാണ് പശ. ലേശം മറ്റേ ജാതി തന്നെ പറിക്കുമ്പോൾ 2-3 രോമേ പോവുള്ളൂ. എന്ത് പോവില്ല? വലിയ പരിക്കൊന്നും പറ്റില്ല, ശരിയല്ലേ? ഇത് അതാണ്. അപ്പോൾ ഈ ഇതാണ് ഈ ആസക്തി അർജുനൻ്റെ ഉള്ളിലുണ്ടായത്. ഇതാണ് എന്ത്? എൻ്റെ ആളുകളാണോ? ഈ എൻ്റെ ആളുകളാണെന്നുള്ള ആസക്തി മാത്രമാണ് അർജുനനെ ബുദ്ധിമുട്ടിച്ചതേ. അതാ ഭഗവത്പാദർ ഇവിടെ എടുത്ത് പറഞ്ഞത്. കാരണം എന്താ ചോദിച്ചാൽ, ഈ അർജുനൻ ഇതുവരെ ഇവരോടൊന്നും യുദ്ധം ചെയ്യാത്ത ആളൊന്നുമല്ല. ആര് ആണെങ്കിൽ നമുക്ക് പറയാം, അതാണ് ആദ്യമായിട്ടേ ബന്ധുക്കൾ എങ്ങനെ യുദ്ധത്തിന് മുമ്പിൽ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അത് ഇതുവരെ പാവം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ആർക്ക് അർജുനൻ എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ കണ്ടു? മുമ്പ് കണ്ടിട്ടില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗോഹരണം, വിരാടൻ്റെ പശുവിനെ മോഷ്ടിക്കാൻ വന്നത്. അതിൻ്റെ മുമ്പ് എവിടെ നിന്നും കണ്ടു? ഘോഷയാത്രയിലും അവർ യുദ്ധം ഉണ്ടായതൊക്കെ അന്നൊക്കെ കർണനെയൊക്കെ ഓടിച്ചിട്ടുണ്ടേ. ഈ അർജുനൻ പലതവണ ആരെയും ഓടിച്ചിട്ടുണ്ട്. ഒരിക്കൽ കർണൻ തന്നെ തോന്നി, എന്ത് മോശമായിപ്പോയി. വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞ് കുപ്പായിട്ട് അങ്ങോട്ട് പോരും. പിന്നെ കർണനെ കാണില്ല. കർണനെ ഏതോ വാഴയുടെ
കൂടുതൽ എവിടെയെങ്കിലുമൊക്കെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഓട്ടോറിക്ഷ കയറി പോകുന്ന വഴിക്ക് കുപ്പായൊക്കെ മാറ്റി അവരെ വന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കും. കാരണം അങ്ങനെ ഉണ്ടായതേ. അപ്പോൾ ദുര്യോധൻ്റെ അടുത്ത് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു വന്ന ആ കർണൻ ഈ വിധത്തിൽ കഥയില്ലേണ്ടേ. ഇപ്പം ഈ ദുര്യോധനൻ്റെ മുമ്പിൽ താനൊരു വില കുറഞ്ഞവനായിട്ട് തീർന്നു എന്നൊരു സംശയം ആർക്ക് തോന്നി? കർണന് തോന്നി. കർണന് സ്വയം തോന്നിയതാ. അപ്പോൾ കർണൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ അങ്ങ് പേടിക്കണ്ട, അങ്ങയുടെ മുമ്പിൽ രാജ്യം മുഴുവൻ ഞാൻ ജയിച്ചു കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു പറഞ്ഞു. ദുര്യോധനൊന്നും മിണ്ടിയില്ല, കുറേ കേൾക്കുന്നുണ്ട്. അർജുൻ്റെ മുമ്പ് നോടിയിട്ട് 3 തവണ യുദ്ധത്തിൽ തോറ്റോടിയതാണ്. ഇപ്പം മുമ്പിൽ കണ്ടത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായത്. ആ കർണനാണ് ഇപ്പം എന്ത് പറയുന്നത്? അങ്ങയുടെ മുമ്പിൽ ലോകം മുഴുവൻ. അപ്പോൾ കർണൻ്റെ വർത്തമാനം കേട്ടിട്ട് ആ ദുര്യോധനൻ ഒന്നും. കാരണം എന്താണെന്നറിയോ? കർണനൊരു ചെറിയ വിടുവായത്തുണ്ട്. വിടുവായത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വീരനൊക്കെ തന്നെ. പക്ഷേ നമ്മൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അതിങ്ങനെ വിടുവായത്തത്തിൽ പെട്ടുപോയാൽ എന്തുണ്ടാവില്ല? നല്ല പാട്ടുകാരനാണ്, നമ്മൾ നല്ല പാടും, ഞാൻ നന്നായി പാടും ഇങ്ങനെ 4 തവണ പറഞ്ഞാൽ എന്തുണ്ടാവും? അതോടെ പാട്ടിൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ നമുക്ക് ആ പാട്ട് നന്നായി കേട്ടാൽ എന്ത് തോന്നില്ല? ഈ ഒരു ഇതുണ്ടാവുകൊണ്ട് കണ്ടില്ല. അങ്ങനെ വിടുവായത്തം പറയരുത്, ആരും പറയാൻ പറയും. വിടുവായത്തം എന്ന് പറഞ്ഞാൽ ഈ പൊങ്ങച്ചം പറയില്ലേ, അത് ലേശം ഈ കർണനുണ്ട്. ആ കർണൻ്റെ ഒരു അതെന്താ ചോദിച്ചാൽ കർണനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സാണ് ഒരു സുപ്പീരിയോറിറ്റി ആയിട്ട് ആരെടുക്കണത്? മനസ്സിലാവേണ്ട പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നത്തെ താനൊരു മോശക്കാരനായോ എന്നൊരു തോന്നൽ ഉണ്ടേനും. കർണനെ മോശക്കാരനാക്കല്ല. കർണന ജീവിത സാഹചര്യം കൊണ്ടും പലതുകൊണ്ടും ചില വിഷമങ്ങളുണ്ട്. കുറച്ച് കയ്യിലിരിപ്പ് അതുണ്ട്. രണ്ടും കൂടി പന്തല്ലേണ്ട ആയതാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ ഈ 2 തവണ തോറ്റുപോയ കർണൻ വീണ്ടും 3 തവണ തോറ്റ കർണൻ തന്നിപ്പം വീണ്ടും തോൽക്കന്നെയാണല്ലോ. പറഞ്ഞ വാക്കിനൊരു വില കിട്ടാണ്ട് ആയാലും ഒന്ന് കണ്ടിട്ട് കർണൻ എന്ത് ചെയ്തു? ദുര്യോധന മുമ്പിൽ സത്യം ചെയ്തു, ലോകം മുഴുവൻ ഞാൻ ജയിച്ചിട്ട് വരാമെന്ന്. ദുര്യോധനൊന്നും മിണ്ടിയില്ല. വരാച്ച വന്നോട്ടെ എന്ന് വിചാരിച്ചുമായിരുന്നു. കാരണം കർണൻ ഒറ്റയ്ക്ക് പറഞ്ഞു, ഞാൻ വേണ്ട അങ്ങ് വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അങ്ങനെ കർണൻ ഒറ്റയ്ക്ക് പോയിട്ട് ദിഗ്ജയം ചെയ്ത് എല്ലാ രാജ്യങ്ങളെയും ജയിച്ച് തിരിച്ചവിടെ വന്നു. ഈ ദുര്യോധൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചത് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോഴാണ് കർണനെക്കുറിച്ചൊരു മതിപ്പാർക്ക് വന്നു. അപ്പോൾ പിന്നെ മറ്റേ തോറ്റതൊക്കെ ആരും മറന്നു. ഇപ്പോൾ ഇലക്ഷന് 2-3 തവണ തോറ്റു, ആയിക്കോട്ടെ. പിന്നെ ജയിച്ചപ്പോൾ ഒരു 10 ലക്ഷം ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ പിന്നെ എന്ത് പോയി? പണ്ട് തോറ്റതൊക്കെ അതിൽ പോകുമല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇയാൾക്ക് കർണനെക്കുറിച്ചൊരു മതിപ്പുണ്ട്. അന്ന് കർണൻ സത്യം ചെയ്തു, ഇനി ഈ കൗരവന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് പാണ്ഡവന്മാരെ തോൽപ്പിച്ച് അർജുനനെ കൊല്ലണത് വരെ ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ അസത്യം പറയില്ല. ഞാൻ ആര് വന്ന് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? അർജുനനെ കൊല്ലണത് വരെ ഞാനിനി മദ്യവും കഴിക്കില്ല, മാംസവും കഴിക്കില്ല. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല. എന്തും ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കുക. അങ്ങനെയാണ് കർണൻ ദാനശീലനായത്. അല്ലാതെ നമ്മൾ വിചാരിച്ചത് എന്താ? ഇങ്ങനെ ഇതെന്തിനാ ദാനശീലനായത്? വടക്കല നാരായണനായി ചാവണത് വരെ ഞാൻ ഈ കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കായ നല്ല സ്വഭാവം തന്നെയാണ്. പക്ഷേ ഇയാൾ കള്ളു കുടിക്കാണ്ടിരിക്കാൻ കാരണം എന്താ? ആ സാധു മരിച്ചു കാണാനാ. അപ്പോൾ അതിൽ വലിയ മഹിമ പറയേണ്ട കാര്യം മനസ്സിലാവണില്ലേ? കർണൻ ദാനശീലനായത് അർജുനൻ മരിക്കണത് വരെ. അർജുനൻ മരിച്ചു വെച്ചാൽ അന്ന് എന്ത് ചെയ്യും? കള്ള് ഷാപ്പിലുണ്ടാവും. ആര്? ആ മദ്യം കഴിക്കില്ല, മാംസവും കഴിക്കില്ല. അസത്യമല്ല, എന്താ പറയുക, ദാനം ചോദിച്ചാൽ ആര് ചോദിച്ചാലും കൊടുക്കും. ഇങ്ങനെയാണ് കർണൻ്റെ ദാനശീലം തുടങ്ങിയത്. കുട്ടിക്കാലത്തൊന്നും ഇല്ല കേട്ടോ. ഇത് ഈ അവസാന കാലത്ത് അർജുനനെ കൊല്ലണം എന്നുള്ളൊരു വാശി ഉണ്ടാക്കിയത്. അപ്പം അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ എന്താ ചോദിച്ചാൽ ഈ കർണൻ അടങ്ങിയിട്ടുള്ളതായ കൗരവന്മാർ, സഹോദരന്മാർ, മുത്തശ്ശന്മാർ, ഗുരുനാഥന്മാർ എല്ലാവരും ഇരിക്കണ സൈന്യത്തിനെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് യുദ്ധത്തിൽ തോൽപ്പിച്ചവനാണ് അർജുനൻ. അന്ന് ബൃഹന്നളയുടെ വേഷത്തിൽ വിരാടൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പം വിരാടൻ്റെ മകൻ ഉത്തരൻ യുദ്ധത്തിന് പോകാൻ പുറപ്പെട്ടു. എനിക്ക് നല്ലൊരു തേരാളില്ല പെണ്ണുങ്ങളുടെ ഇടയിലേ. വർത്തമാനം പറഞ്ഞ അന്തപുരത്തിൽ അന്ന് അവിടെ കൈകൊട്ടിക്കളിയാണ് വിരാട. ആരുടെ? ഉത്തരൻ്റെ മുമ്പിൽ കളിക്കണ കളിയാണ് വിരാടൻ കുമ്മി. അപ്പോൾ അവിടെ കുമ്മിയടി പാട്ടൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവിടെ പശുവിനെ കൊണ്ടുപോയി, അച്ഛനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനൊക്കെ പിന്നെ വന്നോളും, പശുവൊക്കെ പിന്നെ പെറ്റോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആര് കളിക്കുക തന്നെയാണ്. അപ്പോൾ ആരൊക്കെയോ ചോദിച്ചാൽ അല്ലടോ നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വട്ടം ചുറ്റി നിന്നാലോ ആണത്തം കാണിക്കണ്ടേ നീയോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതെന്താ ചെക്ക് യുദ്ധത്തിന് പോകാൻ മടിയുണ്ടായിട്ട് നല്ല എൻ്റെ ഒരു തേരാളി ഉണ്ടായിരുന്നു മഹാകേമന കഴിഞ്ഞ ദിവസം ചത്തുപോയി.
അപ്പം നല്ലൊരു തേരാളി ഇല്ലാത്തതിൻ്റെ വിഷമം. ആ അർജുനനൊക്കെ തേരാളിയായിട്ടൊക്കെ ഉണ്ട് വെച്ചാൽ ഞാനങ്ങോട്ട് ജയിക്കുകയായിരുന്നു. ഇത് നമ്മുടെ സൈരന്ധ്രി ആ വടക്കേ മൂലയിൽ നിന്ന് കേട്ടേ, സൈരന്ധ്രിക്കൊന്ന് കൈ ഇങ്ങനെയാക്കിയിട്ടൊന്ന് പൊട്ടിക്കാനാ തോന്നിയതാരേ ഉത്തരനെ. അപ്പം പൊട്ടിച്ചാൽ അവർ കൊണ്ടോളും. അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ്. ഈ ഉത്തരനൊരു പൗരുഷലി പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു മട്ടിൽ നടക്കണവനാണ്. ഒരു ഉശിര് കാണിക്കാത്തവനാണ്. ഈ കളിച്ച് ചിരിച്ച് രസിച്ച് നടക്കുക എന്ന് പറയും, കളിപ്പിച്ചും ചിരിപ്പിച്ചും നടക്കുന്ന ജാതി മട്ടാണ്. അപ്പോഴാണ് പറഞ്ഞത്, അപ്പോൾ എന്താ അർജുനനെ പോലെയൊക്കെ ഒരാൾ എനിക്ക് തേരാളി ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ അപ്പോൾ എപ്പോഴേ ജയിച്ചായിരുന്നു എന്ന് പറയും. ഇതാര് കേട്ടു? സൈരന്ധ്രി നമ്മുടെ പാഞ്ചാലി ഉണ്ടല്ലോ, പാഞ്ചാലി പോയിട്ട് ആരോട് പറഞ്ഞു, ബൃഹന്നളയോട് പറഞ്ഞു, ഇങ്ങനെ എന്താ ഏട്ട പറയണു പറഞ്ഞു. അന്ന് നീ പറയൂ, ബൃഹന്നള മിടിക്കുകയാണെന്ന് പോയി പറയൂന്ന് പറഞ്ഞു. ആരോട്? പാഞ്ചാലിയോട് പറഞ്ഞു. പാഞ്ചാലി പോയിട്ട് പറഞ്ഞു, ഈ ബൃഹന്നളെ അർജുനെ പോലെ ഭയായ പെണ്ണുങ്ങൾ വേഷം കെട്ടി ആട്ടി. ആരെയും മഹാകേമനാണ്, അർജുനൻ്റെ തേരൊക്കെ തെളിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞാര് ബൃഹന്നള. എന്നാ വന്നോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ബൃഹന്നള തേരാളി ആവണം എന്ന് പാഞ്ചാലി പറഞ്ഞിട്ട് ആര് കേട്ടില്ല? ഉത്തരൻ കേട്ടില്ല. ഒടുക്കം പാഞ്ചാലി പോയിട്ട് ഉത്തരൻ്റെ മകള് ഉത്തരയുണ്ടല്ലോ, അതായത് നമ്മുടെ അർജുനൻ്റെ ശിഷ്യ, ഉത്തരയോട് പറഞ്ഞു. ഉത്തരയെ അനിയത്തി പറഞ്ഞാൽ വലിയ കാര്യം. അനിയത്തി ശുപാർശ ചെയ്തിട്ടാണ് ആരെടുത്തത്? നല്ലടെ പാഞ്ചാലിയുടെ വർത്തമാനം കേട്ടു. ബൃഹന്നള നല്ല ഗേമിയാണ് എന്നുള്ളത് ഈ ഉത്തര പറ. അങ്ങനെയാണ് തേരിൽ കയറി വന്ന് യുദ്ധം ചെയ്യാൻ ചെന്നു. എന്നിട്ട് ഒറ്റയ്ക്കാണ് ആര് യുദ്ധം ചെയ്തത്? ഈ വിരാടൻ്റെ മകൻ ഉത്തരൻ. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മുണ്ട് നനഞ്ഞിട്ട് പിഴിയാൻ പോയി. പിഴിഞ്ഞിട്ട് ഉടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉടുക്കാൻ പോയി. ആകെ പിന്നെ പിടുത്തം വിട്ടു. ആകെ ഇപ്പോൾ എന്താ വേണ്ടു നിശ്ചല്ലാണ്ട് അലകും പിടിയൊക്കെ വിട്ടിട്ട് പിന്നെ മുമ്പിലേക്ക് നിന്ന് അപ്പോഴേക്ക് പേടി, എന്നെ കൊന്നിട്ട് എന്താ വേണ്ട നിനക്ക് ബൃഹന്നളയെന്നൊക്കെ ചോദിച്ചിട്ട് പിബിക്ക് ഉടുക്കാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, താൻ തേര് തെളിക്കും, ഞാൻ യുദ്ധം ചെയ്തോളാം പറഞ്ഞു. ആരോട്? അങ്ങനെ വിരാടൻ്റെ മകൻ ഉത്തരൻ തേര് തെളിക്കുമ്പം ആ തേരിലിരുന്നിട്ട് ഒറ്റയ്ക്കാണ് ഈ കൗരവന്മാരോട് യുദ്ധം ചെയ്യുന്നത്. പട്ടാളക്കാരും പടയൊന്നും കൂടെയില്ല. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ഒക്കേറ്റിനെയും ഓടിച്ച് ഭീഷ്മരും ദ്രോണരും കർണനൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ഓട്ടോറിക്ഷ കയറിപ്പോയി. മറ്റവരൊക്കെ പിന്നെ ഒടുക്കം വേറെ എന്തോ കിട്ടിയ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയതാ. ആരുടെയോ വണ്ടിയിൽ കയറിയിട്ടൊക്കെ രക്ഷപ്പെട്ടു പോയത്. ഒക്കേറ്റിനെയും ഓടിച്ചിട്ടാണ് ബൃഹന്നള ആരെയും കൂട്ടി പോകുന്നത്? ഉത്തരൻ. ഇത്രയൊക്കെ വീരശൂര പരാക്രമം ചെയ്ത് ആ അർജുനന് അതേ കൗരവ സൈന്യത്തിനെ ഇപ്പം തോൽപ്പിക്കാൻ പേടിയുണ്ടാവില്ലല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? അന്ന് അങ്ങനെ തോൽപ്പിച്ച് ഓടിച്ച ആ കൗരവന്മാർ ഇന്നിപ്പം വിരാടൻ്റെ കൊട്ടാരത്തിൽ ആളറിയിക്കേണ്ട നടക്കണ കാലമൊന്നുമില്ല. അന്തസ്സായിട്ട് നല്ലോണം എന്ത് ചെയ്യാം? ആളെ നമുക്കങ്ങനെയുണ്ട്. ഈ മറിഞ്ഞു ഒളിഞ്ഞു നിന്നിട്ട് പെരുമാറാൻ വലിയ പാടാ. അവനവനായിട്ട് അവിടെ നിന്ന് പെരുമാറാൻ ഒരുപാടും ഇല്ല. തൻ്റെ വ്യക്തിത്വത്തോട് കൂടിയിട്ട് യുദ്ധം ചെയ്യാവുന്ന സന്ദർഭം, സന്നാഹം കൂടെ ഉണ്ട്. സർവസന്നാഹങ്ങൾ, അനിയന്മാരും വീരന്മാരും ശൂരന്മാരും യോഗ്യന്മാരും ഒന്നിച്ചു കൂടി നിന്നിട്ട് അവിടെ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ അർജുനൻ ഒരു പരിഭ്രമം ഉണ്ടാവേണ്ടതില്ല. എങ്കിലും പരിഭ്രമം ഉണ്ടാവാൻ കാരണം യുദ്ധപ്പേടിയല്ല, യുദ്ധത്തിലുണ്ടായ പരിഭ്രമമല്ല, ഈ അഹന്താമമതയാണ്. എന്താണ് അഹന്താമമത? അഹന്ത പറഞ്ഞാൽ മലയാളത്തിലെ അഹന്തയില്ല. അഹന്ത വെച്ചാൽ ഞാൻ എന്ന ഭാവം, മമത എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന ഭാവം. ഈ ഞാൻ എൻ്റെ എന്ന ഭാവം ഉണ്ടെങ്കിൽ ദുരിതവും ദുഃഖവും നിർബന്ധമാണ്. ഞാൻ എൻ്റെ എന്ന ഭാവം എത്ര കണ്ട് കുറയണു അത്ര കണ്ട് എന്തുണ്ടാവും? അത്ര കണ്ട് നമുക്ക് ദുഃഖത്തിനും ദുരിതത്തിനും ആശ്വാസം ഉണ്ടാവും. അർജുനനിപ്പോൾ അത് വന്നുകൂടി. അതാണ് ഭഗവത്പാദരെടുത്ത് പറഞ്ഞത്, അഹമേഷാം മമ ഏതേ. ഈ രൂപത്തിലുള്ള അന്തല്യായാണ് ഉണ്ടായത്. അതോടെ എന്തായിട്ടിരുന്നു? ആ സ്നേഹവിച്ഛേദം, ഇവരൊക്കെ മരിച്ചുപോയി, എനിക്ക് സ്നേഹിക്കാൻ ആളില്ലാണ്ട് ആവില്ലേ എന്ന വിഷയത്തിൽ ആത്മനശോകമോഹവും തൻ്റെ ഉള്ളിലിരിക്കണേ ശോകമോഹങ്ങളെ കാണിച്ചത്. അപ്പം അർജുനൻ്റെ ഉള്ളിലിരിക്കണ ശോകമോഹങ്ങളെയാണ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയൂ? ഇതൊക്കെ തന്നെയാണ് ലോകർക്കും അവനവൻ്റെ ഉള്ളിലും ഇരിക്കുന്നത്. അപ്പം അർജുനനെ ഒരു നിമിത്തമായിട്ട്, അതാണ് അർജുനൻ നിമിത്തീകൃത്തിയെന്ന് അർജുനനെ ഒരു നിമിത്തമായിട്ട് എടുത്തതാണ്. അത് അർജുനനെ ഒന്ന് എടുത്ത് കാണിച്ച, അർജുനൻ ലേശം പ്രസിദ്ധനായതുകൊണ്ട് അർജുനനെ കാണിച്ചാൽ എന്ത് വരും? ടീച്ചർമാർ പണ്ടൊക്കെ ഉദാഹരണം പറയും, എന്തെങ്കിലും ഉദാഹരണം പറയുമ്പോൾ ഏതെങ്കിലും കുട്ടികളെ കൊണ്ട് പറയാം. മുമ്പിൽ പഠിക്കുന്ന കുട്ടിയെ തന്നെ ആര് പറയുള്ളൂ? മുമ്പിൽ ആദ്യം പഠിക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് ഉദാഹരണം പറയുക, ശരിയല്ലേ? അത് അതുകൊണ്ട് പിമ്പിൽ പഠിക്കാത്തവനെന്ന് ആരും പറയില്ല. എന്താ കാരണം? ബൊബനെ പറഞ്ഞാൽ കുറച്ചും കൂടി എല്ലാവർക്കും ബോധ്യാവൂലോ, മിടുക്കനാണല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ അർജുനൻ കുറച്ച് മിടുക്കനാണ് എല്ലാവരുടെയും കൂട്ടത്തിൽ. അതുകൊണ്ട് അർജുനനെ എടുത്ത് പൊക്കിയിട്ട് ഉദാഹരണമായിട്ട്
എടുത്ത് പറഞ്ഞു. അതുകൊണ്ട് അർജുനനെ നിമിത്താക്കിയിട്ട് പറഞ്ഞു എന്നാ പറഞ്ഞത്. അതായത് എന്താ ചോദിച്ചാൽ ഈ സ്ഥലീപുലാകം ന്യായേന ലോകത്തിൽ മുഴുവൻ കാണുന്നതാണ്. അപ്പോൾ അർജുനനെ ഒരാളെ എടുത്ത് കാണിച്ച സ്ഥലീപുലാകം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ പറയാറില്ലേ സ്ഥലീപുലാകം ചെന്ന അർത്ഥം? അരി വെക്കുമ്പോൾ നമ്മൾ ചെമ്പിൽ അരി കഴുകിയിട്ടിട്ട് അരി വെക്കില്ലേ, ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് അരി വെക്കില്ലേ, അരി വെച്ചിട്ട് നല്ലോണം അങ്ങനെ വെന്ത് തിളച്ച് കുറേ നേരമായി കഴിഞ്ഞാൽ നമ്മളിത് വെന്തുവോ പാകമായോ എന്ന് എങ്ങനെ അറിയുക? പ്രത്യേക മിഷൻ ഉണ്ടതിന്? ഇതൊക്കെ അറിയില്ലേ, അമ്മമാർക്കൊന്നും അറിയില്ലേ. അരി വെച്ച് എത്ര വാർത്തതാണ് നമ്മൾ. അരി വെന്തുവോ നോക്കാൻ നമ്മൾ ആ ചട്ടുകം കൊണ്ട് വട്ടത്തിലൊന്നും കൂടെ ഇളക്കും ഉരുളിയിൽ, എന്നിട്ടോ ഇങ്ങോട്ട് കോരും. വെറുതെ ഇങ്ങോട്ട് മുകളിൽ നിന്ന് കോരില്ല, എന്താ ചെയ്യണത്? വട്ടത്തിലൊന്ന് ഇളക്കിയിട്ട് ഇങ്ങോട്ട് കോരിയിട്ട് എന്ത് ചെയ്യും? ആരും മിണ്ടണില്ല. ഒരു വട്ടെടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കും. അമർത്തിയിട്ട് പറയും അയ്യോ അയ്യോ വാർത്തോളൂ ഇല്ല എന്തുണ്ടാവും, ഉണ്ണാൻ പറ്റില്ല, വെന്ത അധികമായി. ചെന്തർത്ഥം? ആയില്ല എന്നൊന്നും പറയില്ല, മുഖം കണ്ടാലറിയാം. അന്നൊന്നുകൂടെ ആയിക്കോട്ടെ, അടച്ചു വെച്ചോളൂ, ശരിയല്ലേ ഇത്? അപ്പം അങ്ങനെ പറയില്ലേ. അപ്പോൾ പാകം മനസ്സിലാവുന്നത് എങ്ങനെയാണ്? വിഷയം വെച്ച് നോക്കിയിട്ടാ അല്ല, ഒരു വെച്ചടുത്ത് അമർത്തി നോക്കി ഒരൊറ്റ വറ്റേ അമർത്തണ്ടു എന്നാൽ തന്നെ അറിയാം നമ്മൾ. അല്ലാതെ ആ ചെമ്പിലുള്ള അരിയുടെ വറ്റ് മുഴുവൻ അമർത്തിയാലോ കുഴപ്പമൊന്നുമില്ല, അമർത്തിയവനെ വിളമ്പി കൊടുത്താൽ മതി, അവനിരുന്ന് കഴിക്കേണ്ടി വരും. വേറെ ആരും അത് ഉണ്ണാൻ വരില്ല, ഒരു ചളിപിളിയായിട്ട് ഇരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ കലത്തിലെ അരി വെന്തോന്നറിയാൻ ഒരു വറ്റെടുത്ത് അമർത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ പേരാണ് സ്ഥലീപുലാകം. സ്ഥലീച്ച വലിയ ചെമ്പച്ച ഉരുളി എന്നൊക്കെ പറയില്ല. അരി വെക്കണ പാത്രം എന്താ വെച്ചാൽ അതിന് സ്ഥലി, പുലാകം വറ്റ് നോക്കണം. അതുപോലെയാണ് ഇപ്പോൾ ലോകം മുഴുവനും ഈ സ്ഥിതിയാണെന്ന് കാണിക്കാൻ അർജുനനെ എടുത്ത് അമർത്തി നോക്കിയതാണ്. അത് ഏതമർത്തിയാലും സ്ഥിതി ഇതാണെന്ന് കാണിക്കാനാണ്, എല്ലാ ലോകത്തിൻ്റെ സ്ഥിതി കാണിക്കാനാണ്. ആ ചെമ്പിൽ അരി മുഴുവനും ഏത് സ്ഥിതിയിലാണെന്ന് കാണിക്കാൻ ഒരു വറ്റ അമർത്തിയാൽ മനസ്സിലാവുമെന്ന് പറയും പോലെ ആണ് അർജുനനെ നിമിത്തമാക്കിയിട്ട് അതവിടെ പറഞ്ഞത്. എന്തു ചെയ്തു? അപ്പം ഇങ്ങനെ വന്നാൽ എന്തു വരും? ശോകമോഹങ്ങളിൽ പെട്ടുപോയാലോ? ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേക വിജ്ഞാന സ്വത ഏവ ക്ഷാത്രധർമ്മേ യുദ്ധേ പ്രവൃത്ത അപി തസ്മാത് യുദ്ധാത് ഉപരരാമ പരധർമ്മം ച ഭിക്ഷാജീവനാദികം കർത്തും പ്രവവൃത്തെ. ലളിതമായ കാര്യമാണ് പറഞ്ഞത്. ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേക വിജ്ഞാന. അതായത് ഈ ശോകവും മോഹവും ഞാനെന്നും, ശോകമോഹം എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് കൂട്ടിക്കൊള്ളണം? ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ബുദ്ധി അങ്ങോട്ട് വന്ന് വശമായി കഴിഞ്ഞാൽ എന്തു പോവും? അഭിഭൂത വിവേക വിജ്ഞാനം. നമ്മുടെ ഉള്ളിലൊരു വിവേകവും വിജ്ഞാനവും ഉണ്ട്. വിവേകം ചെന്താ? വിവേകം ഒരു വകതിരിവ്. എന്താണ്? ഒരു വകതിരിവ് നമ്മുടെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് പാടില്ല, ഇതാവാം, അങ്ങനെയാ പാടില്ല, എല്ലാവർക്കും ഉണ്ടൊരു വകതിരിവ്. വിജ്ഞാനം, ഒരു ബോധമുണ്ട്. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ടും പഠിപ്പുകൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചൊരു അറിവിൻ്റെ ഒരു നിലയുണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഈ രണ്ടിൻ്റെയും വെളിച്ചത്തിലാണ് നമ്മൾ മുമ്പിലേക്ക് പോണത്. അപ്പം ഇങ്ങനെ ഈ ശോകവും മോഹവും വന്ന് നമ്മളങ്ങോട്ട് മൂടിപ്പോയാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? അഭിഭൂത വിവേക വിജ്ഞാന. വിവേകവും വിജ്ഞാനവും പോവും. വിവേകം ഉണ്ടാവില്ല, വിജ്ഞാനം ഉണ്ടാവില്ല. അപ്പോൾ വകതിരിവുണ്ട്. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത് എന്നുള്ള ബോധമാണ് വിവേകം. അതുപോയി വകതിരിവില്ലേണ്ടേ പിന്നെ എന്തും ചെയ്യുന്നാവും. വിജ്ഞാനം പോയാലോ, വിവരം പോയി എന്തുണ്ടാവും? എന്തും ചെയ്യാനാവും. ആ മട്ടിലായിട്ട് തീർന്നാൽ എന്തുണ്ടാവും? സ്വത ഏവ ക്ഷാത്രേ ധർമ്മേ യുദ്ധേ പ്രവൃത്ത. അർജുനൻ സ്വത ഏവ, അർജുനൻ്റെ സ്വതേ ധർമ്മം എന്താണ്? ക്ഷാത്രൻ ധർമ്മ. ക്ഷാത്രധർമ്മം ക്ഷത്രിയൻ്റെ ധർമ്മ. ക്ഷത്രിയൻ്റെ ധർമ്മം ചെന്താ? രാജ്യം പരിപാലിക്കുക, ശത്രുക്കളെ ഒഴിപ്പിക്കുക, പ്രജകളെ രക്ഷിക്കുക, രാജ്യം നന്നായി നടത്തുക, അയ്യോ എന്നൊരു നിലവിളി കേൾക്കാണ്ട് നോക്കുക. എന്താ രാജാവിൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീരാമേന്ദ്രസ്വാമി സീതയോട് പറയും, സീതേ, നാട്ടിൽ അയ്യോ എന്നുള്ള നിലവിളി കേൾക്കാണ്ടിരിക്കാനാണ് ഞങ്ങൾ ആയുധമായിട്ട് ബുദ്ധിമുട്ടി നടക്കും. ഇല്ലെങ്കിൽ രാമൻ ഇതൊക്കെ തൂക്കി പിടിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ കസേരമിൽ ഇരുന്ന് കുട്ടികളെയും കളിപ്പിച്ചിരുന്നാൽ പോരെ? ശരിയല്ലേ? എന്തിനാ അദ്ദേഹം രാമൻ എന്നല്ല, എത്ര വലിയ യോഗ്യന്മാരായ മഹാത്മാക്കളാണെങ്കിൽ അവർ ആയുധമൊക്കെ ധരിച്ചെന്നും സന്നദ്ധരായിട്ട് നടക്കേണ്ടത് എന്തിനാണെന്നറിയൂ? സീതയോട് പറഞ്ഞു, സീതേ, അയ്യോ എന്നൊരു നിലവിളി കേൾക്കരുത്. എവിടുന്ന്? നമ്മൾ അയ്യോ എന്ന് എപ്പോഴാണ് നിലവിളിക്കുക? ഓണത്തിൻ്റെ നുണ്ണുമ്പോഴോ? എപ്പോഴാണ് നമ്മൾ അയ്യോ എന്ന് നിലവിളിക്കുക? ആരും മിണ്ടണില്ല.
എപ്പോഴാണ് നിലവിളിക്കുക? കഷ്ടപ്പാടുണ്ടായി വേദനയോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ദുരിതം വരുമ്പോഴേ നമ്മൾ എന്തു പറയുള്ളൂ? അയ്യോ എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥിതി ഒരാൾക്കും അയ്യോ എന്ന് വിളിക്കരുത് വെച്ചാൽ അർത്ഥം എന്താ? അങ്ങനെ വിളിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവാത്ത വിധത്തിൽ ലോകത്തെ പരിപാലിക്കാനാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്? ആയുധം ധരിക്കുന്നത് സീതേ എന്ന് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അർജുനൻ പറഞ്ഞു, ആ സ്വത ഏവ ക്ഷാത്രേ ധർമ്മേ യുദ്ധേ പ്രവൃത്ത, സ്വയമേവ ക്ഷത്രിയധർമ്മമായ യുദ്ധത്തിൽ പ്രവർത്തിച്ചവനായ അർജുനൻ ഇപ്പം എന്ത് ചെയ്തു? തസ്മാത് യുദ്ധാത് ഉപരരാമ, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ഉപരരാമ ഉപരമിച്ചു, വിരമിച്ചു, പിന്തിരിഞ്ഞു. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ലേ? അർജുനൻ അതിൻ്റെ ഇടയ്ക്ക് എന്ത് പറഞ്ഞു? ഭൈക്ഷ്യമപീഹ ലോകേ. ബാക്കി ഓർമ്മയുണ്ടോ? ഒക്കെ മറന്നുല്ലേ? ദിവസവും വായിക്കണം കേട്ടോ, പോയിട്ട് ദിവസവും വായിക്കണം. ഓരോ ശ്ലോകമല്ലേ പഠിപ്പിക്കണുള്ളൂ, എല്ലാ ദിവസവും വായിക്കണം. എന്താ പറഞ്ഞത്? ഭൈക്ഷ്യമപീഹ ലോകേ. ഇവരെയൊക്കെ കൊല്ലാതെ കണ്ട് പിച്ച തെണ്ടി നടന്നാൽ പോലും അതാണ് കേമം തനിക്ക് എന്ന് പറഞ്ഞില്ലേ? ഭിക്ഷ ആരുടെ കർത്തവ്യമാണ്? ക്ഷത്രിയൻ്റെയാ? ഭിക്ഷ ക്ഷത്രിയൻ്റെയാണോ? അല്ലല്ലല്ല. ഭിക്ഷ കഷ്ടത്തിലായ ബ്രാഹ്മണന് ഭിക്ഷയാവാം. കഷ്ടത്തിലായ ബ്രാഹ്മണൻ, സ്ഥിതിയുള്ളവൻ ഭിക്ഷ എടുക്കാൻ പാടില്ല. ജീവിതം മുട്ടി കഷ്ടത്തിലായി മരിക്കുകയുള്ളൂ എന്നൊരു സ്ഥിതി വന്ന് എന്ത് ചെയ്യാം? ബ്രാഹ്മണന് ഭിക്ഷ എടുക്കാം, സന്യാസിക്ക് ഭിക്ഷ എടുക്കാം. സന്യാസിക്ക് ഭിക്ഷ എന്നാണ്, ശരിയല്ലേ ഇത്? നോക്കൂ, ഗൃഹസ്ഥനായ അർജുനൻ, ക്ഷത്രിയനായ അർജുനൻ തൻ്റെ ക്ഷാത്രധർമ്മം കളഞ്ഞിട്ട് എന്തിനു പുറപ്പെട്ടു? അന്യധർമ്മം സ്വീകരിക്കാൻ പുറപ്പെട്ടു. ഇതൊക്കെ അങ്ങനെ ഈ ശോകവും മോഹവും അകത്തേക്ക് കയറി വന്നാൽ നമ്മൾ നമ്മുടെ ധർമ്മം കളയും. ഏത് ധർമ്മം എടുക്കും? നമ്മുടേതല്ലാത്ത ധർമ്മം നമ്മൾ സ്വീകരിക്കും. ഇതൊക്കെ തന്നെ അപകടം. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. ഇവിടെ എന്താ? തഥാച, അതുപോലെ സർവപ്രാണിനാം ശോകമോഹാദിദോഷാവിഷ്ടചേതസാം സ്വഭാവത ഏവ സ്വധർമ്മ പരിത്യാഗ. പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് സ്വാഭാവികമാണ്. എന്താ? ശോകമോഹങ്ങളിൽ ചെന്ന് പെട്ടാൽ ആരായാലും എന്തു ചെയ്യും? സ്വധർമ്മത്തെ കളയും. എന്നിട്ട് മാത്രമല്ല, പ്രതിഷിദ്ധ സേവാച സ്യാത്, നമ്മുടേതല്ലാത്തത് നമ്മൾ എടുക്കുകയും ചെയ്യും. ശോകമോഹത്തിൽപ്പെട്ട അങ്ങനെയുണ്ട്. നമ്മുടേത് കളയും ചെയ്യും, നമ്മുടേതല്ലാത്തത് നമ്മൾ എടുക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടാവണത്? അതേ പറഞ്ഞത്. സ്വധർമ്മേ പ്രവൃത്താനാമപി. ഇനി സ്വധർമ്മം കളയാത്തവനാണെങ്കിൽ തന്നെ എന്തുണ്ടാവും? സ്വധർമ്മത്തിൽ ഇരുന്ന് പ്രവർത്തിക്കണവനാണെങ്കിലും തേഷാം വാങ്മനഃക്കായാദീനാം പ്രവൃത്തി, അവരുടെ ശരീരം മനസ്സും വാക്കും ഒക്കെ എന്തായിട്ടാണ് പ്രവർത്തിക്കുക എന്നറിയൂ? ഫലാഭിസന്ധിപൂർവിക ഏവ സാഹങ്കാര ഭവതി. അവരുടെ പ്രവൃത്തിയൊക്കെ ഫലാഭിസന്ധിപൂർവിക. ചന്തർത്ഥം ഫലം മോഹിച്ചിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. എന്തായിരിക്കും? ഫലം കണക്കാക്കിയിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. അതും സാഹങ്കാര. സാഹങ്കാര അഹങ്കാരത്തോട് കൂടിയത്. അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ പിന്നെ അഹങ്കാരി, അഹങ്കാരിയല്ല. നമ്മുടെ നാട്ടിൽ അഹങ്കാരി ചന്തർത്ഥം നമ്മൾ പറയാറില്ല. അഹങ്കാരി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അഹമ്മതി കാണിച്ചങ്ങനെ ഞാൻ വലിയ ആളാന്നുള്ള മട്ടിൽ നടക്കണമെന്ന്. ഇതല്ല. സാഹങ്കാര എന്ന് പറഞ്ഞാൽ അതല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം കർത്ത അഹം ഭോക്ത. ഇതാണ് വേദാന്തത്തിൽ അഹങ്കാരം. എന്താണ്? ഞാൻ ചെയ്യണു, ഞാൻ അനുഭവിക്കണു, ഞാനാണിത് ചെയ്യണ ആള്, ഞാനാണിത് അനുഭവിക്കണം എന്നുള്ള ആ അഹന്തയുടെ പേരാണെന്ത്? അതാണ് അഹങ്കാരം. വാസ്തവത്തിൽ ഞാൻ ചെയ്യണു, ഞാൻ അനുഭവിക്കണു എന്നുള്ള അതൊരു അഹന്തയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ നല്ല പായസം ഉണ്ടാക്കി, അസ്സല പായസം ഉരുളിയിൽ ഇങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കി നല്ലോണം അടി പിടിക്കാതെ കരിയാതെ അസ്സലായിട്ട് നമ്മൾ പ്രഥമനോ പാലട എന്താ വെച്ചാൽ ഉണ്ടാക്കി, നല്ല പായസമായി. ഈ പായസം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? ചട്ടുകത്തിനോ അതോ? പായസം നന്നായി നമ്മൾ ആരെ വിളിച്ചിട്ടാ പറയുക? ചട്ടുക ചട്ടുകത്തിനെ വിളിച്ചിട്ടാ പറയണേ? ആരെ വിളിച്ചിട്ടാ പറയുക? അത് എണ്ണക്കാരനെ വിളിച്ചിട്ടാ പറയാം അസലായിട്ട് അങ്ങയുടെ പായസം. അതാ ചട്ടുകത്തിൻ്റെ കേമത്ത. അയാൾ പറയുമോ? ചട്ടുകം എന്തേ ഉള്ളൂ? അതിൽ ഒരു ഉപകരണേ ഉള്ളൂ. അത് ഈ ചട്ടുകല്ലെങ്കിൽ വേറെ. ഈ ചട്ടുകല്ലാത്തതുകൊണ്ട് നന്ദി ഞാൻ പോവുക, പായസം ഇല്ല അവന് പോവുമോ? വേറൊരു ചട്ടുകം കൊണ്ട് ഇളക്കിയിട്ടാണെങ്കിലും പായസം ഉണ്ടാക്കും. അപ്പോൾ ചട്ടുകം എന്തിനു നിർബന്ധമല്ല, ഈ ചട്ടുകം തന്നെ പായസത്തിന് ചട്ടുകം വേണം ഇളക്കണമെങ്കിൽ എന്നേ ഉള്ളൂ. അപ്പോൾ ആ ചട്ടുകം പോലെ ഉപകരണമാണ് ലോകത്തിൽ നമ്മളൊക്കെ ചെയ്യണതൊക്കെയോ
ഭഗവാന്റെ കഥയാണ്. ഇന്ന് ബോധമില്ലാണ്ട വന്നാൽ നമ്മളാണ് ചെയ്യണത്, നമ്മളാണ് അനുഭവിക്കുന്നതെന്ന് വരുമ്പോൾ അഹന്ത വരും. അതന്നെ നമ്മുടെ നാട്ടിലെ ചിലർ കണ്ടിട്ടില്ലേ, ഞാൻ ഇവിടെ ഇല്ലാച്ചാൽ ഒന്നും നടക്കില്ല, ആ മരിയോൾ അതിനൊന്നും അറിയില്ല, അങ്ങനെ പറയില്ലേ, ഒന്നും അറിയില്ലേ, അതിന് അരി കഴുകിടാൻ വരെ അറിയില്ല, ഞാൻ ഉണ്ടാവും, അങ്ങനെ പറയാറുണ്ട്. ഞാൻ അമ്മായിയമ്മയുടെ മരിയോള് പറയും, എന്താ അങ്ങനെ ഇരിക്കും, ഒരു ഉപകാരമില്ല, ഞാൻ പണിയെടുക്കൊണ്ട്. അപ്പം ഇവർ രണ്ടാളുടെയും വിചാരം എന്താണ്? അഹം കർത്ത അഹം രണ്ടാളും കൂടി ഒരേ സമയത്ത് ഈ ബോധമായിട്ട് നടക്കൊണ്ട് ആ നടുക്കുള്ളവരൊക്കെ എന്താവും? കഷ്ടത്തിലാവും ചെയ്യും. നടുക്കുള്ളവരാരെ? അതാരാ? ആരെങ്കിലും ആവട്ടെ, ഇത് വ്യക്തികൾ രണ്ടും അല്ലാത്തതും ഉണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഇത് പാടില്ല. അഹങ്കാരത്ത അങ്ങനെയൊന്നും വേണ്ട. നമ്മൾക്കൊരു അഹങ്കാരത്ത അഹംബോ അത് വേണ്ടേ? നമ്മുടെ കാര്യം കഴിഞ്ഞ് ഇനി എൻ്റെ ശേഷം ഇവിടെയൊക്കെ കള്ളി പോങ്ങ, അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഒരു തുടർച്ചയുടെ ഭാഗമാണ്. അതുകൊണ്ട് വലിയ പിടുത്തം, ആ ഒരു വലിയ പിടുത്തല്ലേ, മുറുക്കി പിടുത്തമൊന്നും നമ്മളൊന്നിലും ആരോടും പിടിക്കണ്ട. അതൊക്കെ എങ്ങനെ പോകും എന്നൊക്കെ നോക്കി ഇങ്ങോട്ട് അങ്ങോട്ട് പോവും. അല്ലാതെ എന്ത് ചെയ്യരുത്, ഞാൻ അങ്ങനെ പിടിക്കരുത്. അങ്ങനെ പിടിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാവണതേ. ഇവർ രണ്ടാളും അങ്ങോട്ട് പിടിച്ചു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേ, ഞാൻ ഇല്ലാച്ചാൽ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതും ഞാനാണോ ഒക്കെ, ആ രണ്ടും കൂടി ഇങ്ങോട്ട് മുറുക്കി പിടിക്കുമ്പോൾ നടുക്ക് പിടിക്കണവർക്ക് പിടിക്കാനൊന്നും ഇല്ലാണ്ടേ അവരെന്ത് ചെയ്യും? കഷ്ടത്തിലാവും. അർത്ഥം മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ അർജുനൻ തോന്നുകയാണേ, അല്ലെങ്കിൽ അർജുനന് തോന്നാറുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ, വേറെ ഇല്ല, എൻ്റെ അനിയന്മാർ ഏട്ടന്മാരുണ്ട്, പിന്നെ വേറെ യോദ്ധാക്കളുണ്ട്, അവരൊക്കെ യുദ്ധം ചെയ്തോട്ടെ, ഞാൻ കുറച്ച് നേരം വിശ്രമിച്ച് ചുക്കളിലൊക്കെ കുറിച്ച് ചിലപ്പം ഭേദം ആവിയിരിക്കും എന്ന് അർജുനൻ തോന്നിയോ? അർജുനൻ എന്ത് ചെയ്തു? യുദ്ധമല്ലേ അർജുനൻ പറഞ്ഞതൊക്കെ, ഞങ്ങൾ യുദ്ധത്തിന് വന്നതിരാ നകാംക്ഷേ, ഞങ്ങൾക്ക് രാജ്യം വേണ്ട, നകാംക്ഷേ വിജയം, ഞങ്ങൾക്ക് വിജയം വേണ്ട, നകാംക്ഷേ സുഖമൊന്നും വേണ്ട, ഞങ്ങൾ യേശാമർത്ഥേ കാക്ഷിതെന്നോ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് രാവിലെ പോരുമ്പോൾ പറഞ്ഞത് തന്നെ. എന്താ കണ്ടോ? ഇങ്ങനെയൊക്കെ അർജുനൻ താൻ കേന്ദ്രീകൃതമായിട്ടാണ് സംസാരിച്ചത് മുഴുവനും. ശരിയല്ലേ? ഇത് അതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണെന്നറിയൂ? ഈ പറഞ്ഞേ ശോകമോഹം വന്ന് കയറി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ വിവേകവും പോവും, വിജ്ഞാനവും പോവും. വിവേകവും വിജ്ഞാനവും പോയാൽ കഷ്ടമായിട്ട് തീരും. ഇതാണ് വിവേക വിജ്ഞാന ഹേതുകങ്ങൾ പോയിട്ട് സാഹങ്കാരാഭവതി എന്ന് പറഞ്ഞ ഇതിൻ്റെ പേരാണ്. അങ്ങനെ കഷ്ടത്തിലായിട്ട് തീരും. അപ്പോൾ പറയുകയാണ്, അതുകൊണ്ട് എന്തേ വേണ്ടു? തത്ര ഏവം സതി ധർമാധർമ്മോപചയാത് ഇഷ്ടാനിഷ്ട ജന്മ സുഖ ദുഃഖ സംപ്രാപ്തി ലക്ഷണ സംസാര. അങ്ങനെ വരുമ്പം സംസാരം വീണ്ടും ഉണ്ടാവും. സംസാരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സംസാരം ഇപ്പം അവിടെ ആരും സംസാരിക്കണില്ല അല്ലേ? സംസാരിക്കണ്ട എന്താർത്ഥം? നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണമെന്ന് അർത്ഥം? അങ്ങടും ഇങ്ങടും സംസാരിക്കുക. ഈ സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ ഈ സംസാര ദുഃഖം ഉണ്ടാവുന്നത് സംസാരത്തിൽ നിന്നാണ്. അത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ട് സംസാരിച്ചതാണ്. പിന്നെ ഇപ്പോൾ അതാണ് ഇപ്പോൾ എന്തുണ്ടായത്? സംസാര ഹേതുവായത്. കോടതിയിൽ നടന്നിട്ടും ആ ഹേതു പോയതുമില്ല. അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സംസാരം പറഞ്ഞാൽ ഈ ലോക വിഷയങ്ങളൊക്കെ സംസാരമാണ്. അപ്പോൾ വർത്തമാനം പറയലല്ല കേട്ടോ. സംസാരം പറഞ്ഞാൽ ഈ ഹിന്ദിക്കാരുടെ ഭാഷയിൽ സാരേ സംസാർ മെയിം ചെന്തർത്ഥം അല്ല, പണിക്കാരവിടെ ഇവിടെ ഒരു പൊടി വരുന്നത് ഹിന്ദി പറയണമെന്നില്ലേ? സാരേ സംസാരം മെയിച്ചെന്നർത്ഥം സകല ലോകത്തും. അപ്പോൾ ലോകം എന്നാണ് ആ സംസാരം. ഈ ലോകം ഈ ലോക വിഷയങ്ങൾ ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണെന്നറിയൂ? നമ്മളിവിടെ ലോകത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ ലോക വിഷയം ഉണ്ടായത് ഇല്ലേ? എന്തുകൊണ്ടാണ് ജനിച്ചത്? എന്തുകൊണ്ടാണ് ജനിച്ചത്? താരം മിണ്ടാത്തത്. ഉച്ചയായാൽ പിന്നെ എങ്ങനെയാണ് ജനിച്ചതൊന്നും ഒരു ഓർമ്മയില്ല എൻ്റെ ഇല്ലേ? അതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്? മുമ്പെങ്ങോ മരിച്ചതുകൊണ്ട്. മുമ്പ് എപ്പോഴോ നമ്മൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ജനിച്ചത്. ഇനിയിപ്പോൾ ആദ്യേ ജനിച്ചു, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിഞ്ഞാൽ മരിക്കും. പിന്നെയും നമ്മൾ മുണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടല്ലേ പോണത്. വീണ്ടും ആലയ്ക്ക് മുണ്ട് കൊടുക്കാൻ അങ്ങോട്ട് തന്നെ. ശരിയല്ലേ? അപ്പോൾ അതവിടെ പറഞ്ഞത് തത്ര ഏവം സതി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെന്നിരിക്കെ ധർമാധർമ്മോപചയാത്, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഏറ്റക്കുറച്ചിൽ. ധർമ്മം കൂടും അധർമ്മം കൂടും, ധർമ്മം കൂടും കുറയും. ഇതിങ്ങനെ ഏറിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും വരുന്നതിനനുസരിച്ച് ഇഷ്ടാനിഷ്ട ജന്മ സുഖ ദുഃഖ സംപ്രാപ്തി. ചിലപ്പോൾ സുഹൃതം കൂടുമ്പം ഇഷ്ടജന്മം ഉണ്ടാവും, ദുഷ്കൃതം കൂടുമ്പം അനിഷ്ടജന്മം ഉണ്ടാവും. ചിലപ്പോൾ സുഹൃതം കൂടുമ്പം സുഖം ഉണ്ടാവും, ദുഷ്കൃതം കൂടുമ്പം ദുഃഖം ഉണ്ടാവും. ഇതിങ്ങനെ
മാറി മറിഞ്ഞും കൊണ്ട് എന്തുണ്ടാവണോ ഈ സംസാരം മുടങ്ങാണ്ടപ്പോൾ ഈ സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ പറയല്ലേ സംസാര മഹാപ്രവാഹത്തിൽ. നമ്മളതൊക്കെ എങ്ങനെ ഇരുന്ന് കേൾക്കുക എന്നല്ലാതെ ഒന്നും മനസ്സിലാവില്ല. സംസാര മഹാപ്രവാഹം എന്ന് പറഞ്ഞാൽ സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം സൃഗതവും എന്നൊരു ധാതുണ്ട്. സൃഗതവും ഗമിക്ക പോവുക എന്നാണ്. അപ്പം സമ്യക് സരതി